അമ്മക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റൂല, ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുക. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് പോലും 4-5 ദിവസമായി പട്ടിണിയാണ് വീട്ടില്. ഇപ്പൊ രേവതേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും രേവതേട്ടൻ നല്ല മോശമായിട്ടാണ് സംസാരിച്ചത്. അത് പോട്ടെന്നെ വിട്ടു. പക്ഷെ ഞാന് രേവതേട്ടനെ ഗ്രൂപ്പിലും സഹായിച്ചിട്ടുണ്ട്, അല്ലാതെ സഹായിച്ചിട്ടുണ്ട്. കുറച്ച് ക്യാഷ് കൊടുത്ത് തന്നെ സഹായിച്ചിട്ടുണ്ട്. തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്ന് അറിയാം. പക്ഷെ എന്റെ സിറ്റുവേഷനിൽ എനിക്ക് തിരിച്ചു ചോദിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് രേവതേട്ടനും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ, എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടണം. ഇത്ര രൂപന്ന് ഞാൻ അതിന്റെ അകത്ത് പറയണില്ല. എത്ര രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും രേവതേട്ടൻ അത് മേടിച്ചിട്ടുണ്ടെന്നും രേവതേട്ടൻ തന്നെ അറിയാലോ. അപ്പൊ രേവതേട്ടൻ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചാലും കുഴപ്പമില്ല, വിളിച്ചില്ലാലും കുഴപ്പമില്ല. പൈസ എനിക്ക് നാളെ തന്നെ കിട്ടണം. എനിക്ക് പഠിക്കാൻ പോകാനുള്ളതാ, വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കാനുള്ളതാ. ശരിക്കും പറഞ്ഞ വിശന്നിട്ട് പച്ചവെള്ളം കുടിച്ചിട്ടാണ് ഇവിടെ ഞാനും എന്റെ അമ്മ ഇപ്പൊ ജീവിക്കണം. ഇവിടുത്തെ സിറ്റുവേഷൻ രേവതേട്ടൻ വന്ന് കണ്ട് രേവതേട്ടൻ മനസ്സിലായ കാര്യ.